ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ വരാൻ പോകുന്ന ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡ് വിശേഷത്തിലേക്കും എല്ലാവർക്കും സ്വാഗതം. നല്ല അടിപൊളി എപ്പിസോഡ് വിശേഷങ്ങളാണ് ഈ വരാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വിക്രത്തിൻ്റെ മുത്തശ്ശി എത്തുകയാണ് കേട്ടോ. മുത്തശ്ശി എത്തുമ്പോഴേക്കും വേദയെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്താൻ നോക്കുന്നുണ്ട് കമല. അതേസമയം വേദയും വിക്രവും കൂടെ തിരിച്ചെത്തുകയാണ്. ആ സമയത്ത് മുത്തശ്ശി അവിടെയുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇതാരാ ഈ നിൽക്കുന്നത്? അപ്പോൾ സുധാകര മാഷ് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ചോദിക്കുകയാണ്, ഇവരെ രണ്ടുപേരെയും എനിക്ക് മനസ്സിലായി, നന്ദിനിയും ശ്രീജയും, നിന്റെ രണ്ടാൺമക്കളുടെയും ഭാര്യമാർ. ദേ ഇവളേതാ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ നന്ദിനി പറയാണ്, അതേ മുത്തശ്ശി അറിഞ്ഞില്ലേ, വിക്രത്തിൻ്റെ ഭാര്യയാണ്, വിക്രം താലി കെട്ടിക്കൊണ്ട് വന്ന പെണ്ണ് എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശി സുധാകര മാഷിനോട് ചോദിക്കുക, എടാ സുധാകര, നീ എന്നിട്ട് ഈ വിവരമൊന്നും എന്നെ അറിയിച്ചില്ലല്ലോ, ഞാൻ നിൻ്റെ തള്ളയല്ലേടാ, എന്നിട്ട് നീ മകൻ്റെ വിവാഹം നടന്നതും ഒന്നും പറഞ്ഞില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിനായകൻ പറയുന്നുണ്ട് കേട്ടോ, അതെ വേറൊന്നും അല്ല മുത്തശ്ശി, വിക്രം താലി കെട്ടി അമ്പലത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു, അതാ സംഭവിച്ചത്. അതുകൊണ്ടാണ് മുത്തശ്ശിയോട് പറയാനും നേരത്തെ അറിയിക്കാനും ഒന്നും പറ്റാതിരുന്നത്. ഓഹോ, അങ്ങനെയാണല്ലേ കാരണം. അമ്പട വിക്രമ, നീ കൊള്ളാമല്ലോടാ ആള്, നീ പെൺകുട്ടിയെ പ്രേമിച്ച് വളച്ച് വിളിച്ചുകൊണ്ട് വന്നു. കൊള്ളാം, നിന്റെ മുത്തശ്ശനെ പോലെ തന്നെയാണല്ലോടാ നീ. അപ്പോൾ വിക്രം പറയാണ്, അത് മുത്തശ്ശി അങ്ങനൊന്നും അല്ല. എങ്ങനൊന്നും അല്ലെന്ന്? എടാ ഇവൻ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിക്കൊണ്ടുവന്നതല്ലേ? അപ്പോൾ വിനായകൻ പറയും, അതെ അങ്ങനെ തന്നെയാ. അമ്പലത്തിൽ വെച്ച് താരുമില്ലാതെ താലി കെട്ടിക്കൊണ്ട് വരണമെങ്കിൽ പിന്നെ നീ പ്രേമിച്ചതല്ലേ, ചുമ്മാ അതൊന്നും അല്ലല്ലോ. അത് മുത്തശ്ശി വേറൊരു കഥയത്, നീ കഥയൊന്നും പറയണ്ട, പ്രേമത്തിൻ്റെ കഥയൊക്കെ എനിക്കറിയാം. നിൻ്റെ മുത്തശ്ശനും അത്ര മോശമൊന്നും അല്ലായിരുന്നു കേട്ടോ. മോളെ നീ കൊള്ളാലോടി, ദേ നീ എങ്ങനെ ഇവനെ കൊണ്ട് നിന്നെ സ്നേഹിപ്പിച്ചു? ഇവനൊരു മോശടനും വഷളനുമാ, ഇവൻ എങ്ങനെ നിന്നെ സ്നേഹിച്ചു? നീ എങ്ങനെ ഇവനെ വളച്ചെടുത്തടി മോളെ എന്നൊക്കെ ചോദിക്കുകയാണ് വേദയോട്. അപ്പോൾ വേദ പറയാണ്, അതേ മുത്തശ്ശി, അതൊക്കെ ഞാൻ ഈ കരിങ്കല്ലിനെ കരിമ്പ് പോലെ ആക്കിയില്ലേ. നീ മിടുക്കിയ മോളെ, ഇവനെ വളച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നീ മിടുക്കിയ. ഇവനെ ഇനി നേർവഴിക്ക് നടത്തണം. ഇവൻ്റെ അലമ്പും വഷളത്തരവും എല്ലാം മാറ്റി വരച്ച വരെ നിർത്തണം. നിൻ്റെ മുത്തശ്ശനുണ്ടല്ലോ, നേരത്തെ എന്തൊക്കെ ആംഭീര്യമായിരുന്നു, പിന്നെ ഞാൻ പറയുമ്പോൾ മാൻപേട പോലെ ആവുമായിരുന്നു, അതുപോലെ ആക്കണം ഇവനെയും ഒരു മാൻപേട. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ വിക്രത്തിന് നല്ല ദേഷ്യം വരികയാണേ. അതേസമയം വേദ പറയാണ്, ശരിയാ മുത്തശ്ശി, അങ്ങനെ ചെയ്യാം എന്ന് പറയാണ്. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, എടി മോളെ വേദേ, നീ പോയിട്ട് മുത്തശ്ശിക്ക് ഒരു കാപ്പി ഇട്ടുകൊണ്ട് വന്നേ, നീ പുതുപ്പെണ്ണല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ശരി മുത്തശ്ശി, ഞാൻ പോയി കാപ്പി ഇട്ടിട്ട് വരാം എന്ന് പറയുക. അങ്ങനെ കാപ്പി ഇടാൻ വേണ്ടിയിട്ട് പോവാണ് വേദ. അപ്പോൾ കമലയും നന്ദിനിയും ഒക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ദൈവമേ ഇവൾ എന്ത് കാപ്പി ഇട്ട് മുത്തശ്ശിക്ക് കൊടുക്കുമോ? ഇനി കാപ്പി എങ്ങാനും മോശമായാൽ പിന്നെ മുത്തശ്ശി എന്ത് പറയുമെന്ന് അറിയേയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ വേദ അടിപൊളി കാപ്പി ഇട്ട് കൊണ്ട് കൊടുക്കുന്നത്. മുത്തശ്ശി പറയുന്നുണ്ട്, എടി മോളെ അടിപൊളി, നല്ല സൂപ്പർ കാപ്പി ആയിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇടുന്ന പോലെ തന്നെ ടേസ്റ്റ്. അതെങ്ങനെ ടേസ്റ്റ് വന്നെന്ന് അറിയില്ലല്ലോ. എടി കമലെ, നീ കണ്ടോടി, എൻ്റെ മരുമോള്, എൻ്റെ കൊച്ചുമോള്, അവൾ കാപ്പി ഇട്ട് തന്നത് എൻ്റെ ടേസ്റ്റ് അവൾക്ക് എപ്പോഴും അറിയാം എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അത് മുത്തശ്ശിയുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ കാണാറുണ്ട്, അതിൻ്റെ ഒരു സബ്സ്ക്രൈബറുമാണ് ഞാൻ. മുത്തശ്ശി അതിൽ കോഫി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടില്ലേ, അത് ഞാൻ കണ്ടിരുന്നു, അതുപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കി തന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാ, ആഹാ നീ എൻ്റെ സബ്സ്ക്രൈബറാണോ മോളെ, കൊള്ളാലോടി, നീ എൻ്റെ വീഡിയോ എല്ലാം കാണാറുണ്ടല്ലേ? മുത്തശ്ശിയുടെ എല്ലാ വീഡിയോയും ഞാൻ കാണാറുണ്ട്, ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം മുത്തശ്ശിയെ ഞാൻ ഫോളോ ചെയ്യുന്നുമുണ്ട്. ഓഹോ, അപ്പം ഇനി നീ എൻ്റെ അഡ്മിൻ ആയിക്കോടി എന്ന് പറയാണ്. ശരി മുത്തശ്ശി എന്ന് പറയാം. അപ്പോൾ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. സുധാകരൻ മാഷൊക്കെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് കമലയുടെ, എന്താ ഇത്, ഇവർ രണ്ടുപേരും ഒരു വൈബാണല്ലോ എന്ന് പറയാണ് നന്ദിനി വിനായകനോട്. അപ്പോൾ വിനായകൻ പറയാണ്, ശരിയാ, എന്തായാലും വേദ മുത്തശ്ശിയെ വീഴ്ത്തിയിട്ടുണ്ട്, ഒരു വലിയ ബഹളവും പ്രശ്നമൊക്കെ അങ്ങ് മാറി എന്ന് പറയാണ്. അപ്പോൾ സുധാകരൻ മാഷ് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, എപ്പോഴാമ്മ പോകുന്നത്, ഉടനെ തന്നെ തിരിച്ചു പോവുമോ? അപ്പോൾ മുത്തശ്ശി പറയാണ്, ആഹാ കൊള്ളാവല്ലോടാ, ഉടനെ തന്നെ ഞാൻ തിരിച്ചു പോകണമെന്നാണ് നിൻ്റെ ആഗ്രഹം. എത്ര നാൾ കൂടിയാടാ ഞാൻ നിൻ്റെ വീട്ടിൽ വന്നത്, നീ അങ്ങോട്ടോ വരുന്നില്ല, എന്നിട്ട് മകൻ്റെ കല്യാണവും ആരും അറിയിക്കാതെ നടത്തി.
ഇനി ഞാൻ ഉടനെ തന്നെ തിരിച്ചു പോകണമെന്നാണ് നിനക്കല്ലേ ആഗ്രഹം? അപ്പം സുധാരൻ മാഷ് പറയുന്നുണ്ട്, അതല്ല, ഇന്നൊന്നും ഞാൻ പോകുന്നില്ലടാ, 2 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശി അവിടെ നിൽക്കുകയാണ് കേട്ടോ 2 ദിവസം. 2 ദിവസം മുത്തശ്ശി അവിടെ നിൽക്കുമ്പം നല്ല അടിപൊളി കുറേ സീനുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. വിക്രത്തിനെയും വേദയും ഒന്നിപ്പിക്കാനായിട്ട് മുത്തശ്ശി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കുകയും ഒരുമിച്ച് പൂജാമുറിയിലെ വിളക്ക് കത്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരുമിച്ച് വേണം വിക്രവും വേദിയും ആ സമയത്ത് കിടക്കാൻ. കാരണം വിവാഹം കഴിഞ്ഞല്ലേ ശാന്തി മുഹൂർത്തം ആഘോഷിക്കാനും പറയാണ്. അങ്ങനെ മുത്തശ്ശി പറയുന്നതനുസരിച്ച് വിക്രവും വേദിയും ശാന്തി മുഹൂർത്തം അഭിനയിക്കുകയാണ് കേട്ടോ. ഒരു റൂമിൽ ഒന്നിച്ച് കിടക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, 2 പേരും ഒരുമിച്ച് കിടന്നു, ഞാൻ വെളിയിലുണ്ട് കേട്ടോ മോളെ വേദേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണം എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ആ ശരി മുത്തശ്ശി, ഞാൻ വിളിക്കാം കേട്ടോ എന്ന് പറയാം. എന്നിട്ട് വേദ പറയുന്നുണ്ട് മുത്തശ്ശിയോട്, മുത്തശ്ശി ദേ ഈ വിക്രം പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ കുറേ കുസൃതികളും ഒക്കെ അവിടെ വെച്ച് നടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മുത്തശ്ശി പോവാണ്. പോകുമ്പോൾ എല്ലാവരും കൂടെ നിന്ന് സെൽഫിയൊക്കെ എടുത്തിട്ടാട്ടോ മുത്തശ്ശി പോകുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം നാട്ടിലേക്ക് വരണം, അവിടെ വന്ന് തങ്ങണം, പുതുപ്പെണ്ണും പയ്യനും ഒക്കെ അവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കണം. അല്ലേ മോളെ വേദേ, നീ വരില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ വേദ പറയുന്നുണ്ട്, തീർച്ചയായും വരും മുത്തശ്ശി, മുത്തശ്ശിയുടെ നാട്ടിലേക്ക് ഞങ്ങളെത്തും എന്നിങ്ങനെ പറയുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ മുത്തശ്ശിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊച്ചുമോളായിട്ട് വിക്രത്തിൻ്റെ ഭാര്യ വേദയാണ് കേട്ടോ. മറ്റവരോട് മുത്തശ്ശി തീർച്ചയായിട്ടും പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇവളാണ്, ഇവളും ഞാനും ഒരേ വൈബാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളാണേ. ഒരു ദിവസം എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ സംഭവിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഫ്യൂസ് പോയിട്ട് കറണ്ട് അങ്ങ് പോവാണ്. കറണ്ട് പോകുന്ന സമയത്ത് സുധാകര മാഷും അവിനായകനും വിശ്വവും ഒക്കെ ഭക്ഷണം കഴിക്കുകയാണ്. ശ്രീജയും കമലയൊക്കെ ഭക്ഷണം വിളമ്പുകയാണ്. ആ സമയത്ത് കറണ്ട് പോകുന്നതിന് മുമ്പ് തന്നെ വിക്രം അവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ സുധാകര മാഷ് സൂക്ഷിച്ചൊന്ന് നോക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നിങ്ങൾ കഴിച്ചിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ മാറിയിരിക്കുകയാണ് കേട്ടോ. അതേസമയം വേദയും അവിടെ മാറിയിരിക്കുകയാണ്. ഈ സമയത്താണ് കറണ്ട് പോകുന്നത്. കറണ്ട് പോകുമ്പോൾ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്ന കമല പറയുന്നുണ്ട്, അയ്യോ കറണ്ട് പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന്. അങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വേദ പോയിട്ട് ഇരുട്ടല്ലേ, മെഴുകുതിരിയൊക്കെ കത്തിച്ച് കൊണ്ടുവരികയാണ്. എല്ലാവർക്കും വേണ്ടി മെഴുകുതിരിയൊക്കെ കത്തിച്ച് കൊണ്ടുവരുന്ന വേദയെ വിക്രം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. വേദയുടെ ആ കെയറിങ്ങും കുടുംബത്തോടുള്ള സ്നേഹമൊക്കെ കാണുമ്പം വിക്രത്തിന് വേദയെ ചേർത്ത് നിർത്തണമെന്നുണ്ട്. അങ്ങനെ വേദയോട് ഒരുപാട് ഇഷ്ടമായിക്കൊണ്ടേയിരിക്കുകയാണ് വിക്രത്തിന്. അങ്ങനെ വിക്രം ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയാണ് കേട്ടോ. വേദ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. എന്നിട്ടും ഇലക്ട്രിസിറ്റി ബോർഡിൽ വിളിച്ച് ചോദിക്കുമ്പം ഇന്ന് കറണ്ട് വരില്ല എന്ന് പറയുക. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും ഇനി നമ്മൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജനലെല്ലാം തുറന്നിട്ട് വാതിലെല്ലാം തുറന്നിട്ടിട്ട് കിടക്കാം എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മുറിയെല്ലാം തുറന്നിട്ട് എല്ലാവരും കിടക്കുകയാണ്. ചൂട് കാരണം കിടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ ഹോളിലല്ലേ കിടക്കുന്നത്. വേദ അവിടെ കിടക്കുമ്പോൾ വേദ ഒരു ദുസ്വപ്നം കാണുകയാണ് കേട്ടോ. അഭിലാഷ് വന്നിട്ട് വിക്രത്തിനെ കൊല്ലാൻ ശ്രമിക്കുന്നതായിട്ട്, വിക്രത്തിൻ്റെ നെഞ്ചത്ത് കയറിയിരുന്ന് കത്തി കൊണ്ട് കുത്തുന്നതായിട്ടൊക്കെ വേദ കാണുകയാണ്. അപ്പോൾ വേദയ്ക്ക് ആകപ്പാടെ ടെൻഷനാവുകയാണ്. ഉടനെ വേദ ചാടി എണീക്കുക. എണീറ്റിട്ട് വിചാരിക്കുക, ദൈവമേ എന്താ ചെയ്യുക, വാതിലൊക്കെ ആണെങ്കിലും തുറന്നിട്ടിരിക്കുകയാണ്, ആരെങ്കിലും കയറി വന്നാലോ എന്ന് അറിയില്ല, മുഴുവൻ ശത്രുക്കളാണ്, എനിക്കാണ് ഇവിടെ തന്നെ കിടക്കാൻ പേടിയാവുന്നുണ്ട്. മാത്രമല്ല വിക്രം അവിടെ ഒറ്റയ്ക്കാണ് റൂമിൽ, ആരെങ്കിലും ആ അഭിലാഷിൻ്റെ ഗുണ്ടകളോ മറ്റോ ഇവിടെ വന്ന് ആക്രമിക്കുമോ എന്നൊക്കെ തോന്നുകയാണ്. എന്നിട്ട് വേദ വിചാരിക്കുന്നുണ്ട്, എന്തായാലും വേണ്ടില്ല, വിക്രത്തിൻ്റെ റൂമിൽ പോയി അങ്ങ് കിടക്കാം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ വേദയ്ക്കൊരു ഫാൻ ഉണ്ട് കേട്ടോ, ചാർജ് ചെയ്യുന്ന ഫാൻ. അത് വേദയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും നല്ല ചൂടാണ്. അങ്ങനെ വേദ ആ ഫാനൊക്കെ എടുത്തിട്ട് വിക്രത്തിൻ്റെ റൂമിൽ പോയി നിലത്ത് പായ വിരിച്ച് കിടക്കാൻ പോവാണ്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ഇങ്ങോട്ട് വന്നത്, പായും തലേണയൊക്കെ എടുത്ത് എൻ്റെ മുറി വന്ന് കിടക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? അപ്പോൾ വേദ പറയാണ്, എൻ്റെ പൊന്നോ, ഞാനിവിടെ ഒന്ന് കിടക്കുക, തൻ്റെ കൂടെ കട്ടിലൊന്നും അല്ലല്ലോ കിടക്കുന്നത്, വേണ്ട എൻ്റെ റൂമിൽ നീ വന്ന് കിടക്കണ്ട എന്ന് പറയുക. അപ്പം വിക്രം പറയുമ്പം വേദ പറയുന്നുണ്ട്, അതെ വേറൊന്നുമല്ല, ഈ വീട്ടിലെ വാതിലുകളും ജനലുകളും എല്ലാം തുറന്നിട്ടിരിക്കുകയാണ്, ആ റൂമിൽ ആ ഹോളിൽ ഒറ്റയ്ക്ക് കിടക്കാൻ എനിക്ക് പേടിയാണ്, കാരണം നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുള്ളതല്ലേ, ആരെങ്കിലും കയറി വന്നാലോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നത്.
എൻ്റെ റൂമിൽ നീ കിടക്കണ്ട, നീ വേറെ എവിടെയെങ്കിലും പോയി കിടക്ക്. അപ്പോൾ വേദ ചോദിക്കുകയാണ്, പിന്നെ എവിടെയാണ് ഞാൻ പോകേണ്ടത്? അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ പോകണോ, അതോ വിനിയേട്ടൻ്റെയും നന്ദിനി അടുത്തിയുടെയും റൂമിൽ പോകണോ, അതോ വിശ്വേട്ടൻ്റെയും ശ്രീചേച്ചിയുടെയും റൂമിൽ പോകണോ? അപ്പം വിക്രത്തിനൊന്നും പറയാനില്ല കേട്ടോ. അതുകൊണ്ടേ നിങ്ങളെൻ്റെ ഭർത്താവ്, ഈ റൂമിലാണ് ഞാൻ കിടക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്താ വരുന്നത്, നിങ്ങളെ ഞാൻ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞ് വേദ നിലത്ത് പായ വിരിച്ച് കിടക്കുമ്പം ദേഷ്യപ്പെടുകയാണ് വിക്രം. നാശം, സമാധാനത്തോടൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. വേദയാണെങ്കിൽ ഫാനൊക്കെ വെച്ചിട്ടാണ് കിടക്കുന്നത്. വേദയ്ക്ക് നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അതേസമയം വിക്രത്തിനാണെങ്കിൽ നല്ല ചൂടെടുക്കുകയാണ്. വിക്രം ഇങ്ങനെ കിടന്നിട്ട് ആവി എടുത്തിട്ട് എണീറ്റിരിക്കുക. വേദ നല്ല സുഖമായിട്ട് ഉറങ്ങാണ്. അത് കാണുമ്പോൾ വിക്രം പറയാണ്, അമ്പടി ഫാനൊക്കെ വെച്ച് നീ സുഖമായിട്ട് ഉറങ്ങാണ്, ബാക്കിയുള്ളവരിവിടെ ചൂടെടുത്തിട്ട് കിടക്കാൻ പറ്റുന്നില്ല, അങ്ങനെ നീ തന്നെ സുഖിച്ച് കിടക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് പതുക്കെ എണീറ്റ് വേദയുടെ അടുത്ത് ചെന്നിരിക്കുകയാണ്. എന്നിട്ട് വേദ അറിയാതെ ആ ഫാനങ്ങ് എടുക്കുകയാണ്. ഫാൻ എടുത്ത് വിക്രത്തിൻ്റെ നേരെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് സുഖമായിട്ട് കിടന്ന് വിക്രം ഉറങ്ങാണ്. അതേസമയം നേരം വിളക്കുമ്പം വേദ നോക്കുമ്പം വിക്രം ഫാനൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. വേദ ചോദിക്കുകയാണ്, കൊള്ളാവല്ലോ, താന് എൻ്റെ ഫാൻ എടുത്ത് വെച്ച് കാറ്റ് കൊണ്ടാണ് കിടന്നത്, എന്നിട്ട് ഞാൻ ഈ നിലത്ത് വന്ന് കിടന്നപ്പം എന്തൊരു ചാടയായിരുന്നു, ഇറങ്ങിപ്പോകാൻ എന്നോട് പറഞ്ഞു, ഇപ്പം എന്നിട്ട് എൻ്റെ ഫാൻ ഉപയോഗിക്കാം, കൊള്ളാം കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് വേദയും വിക്രം കൂടെ ഒന്ന് ഉടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സീന് കൂടിയുണ്ട്. വിക്രത്തിൻ്റെ റൂമിലേക്ക് വേദ കയറി ചെന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന സമയത്ത് വേദ അവിടെയുള്ളൊരു ബെഡ്ഷീറ്റിൽ തട്ടി വീഴാൻ പോവാണ് കേട്ടോ. വീഴാതിരിക്കാൻ വേണ്ടി വിക്രം വേദയുടെ കയ്യിൽ പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പുറം വേദ നേരെ വന്ന് വിക്രത്തിൻ്റെ നെഞ്ചത്തോട്ടാണ് വീഴുന്നത്. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അയ്യോ സോറി കേട്ടോ എന്ന് പറയുമ്പം വിക്രം ഒന്ന് മടിയോടുകൂടി പറയാണ്, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ വേദ ചോദിക്കുകയാണ്, കൊള്ളാലോ ഇത്, ഇപ്പം ഇറ്റ്സ് ഓക്കെ ആയോ, അപ്പം നിങ്ങൾക്ക് കുഴപ്പമില്ല ഞാൻ വീണതല്ലേ, ആഹാ ഇത് കൊള്ളാവല്ലോ, അങ്ങനെ എന്നെ മുതലെടുക്കാൻ നോക്കുകയാണല്ലേ. വിക്രം പറയാ, നീ ഒന്ന് പോടി, ഒന്ന് ഇറങ്ങി പോടി, ഞാൻ പറയുന്നില്ല എന്താന്ന് വെച്ചാൽ. അപ്പോൾ വേദ പറയാ, ആ ആ ആ കൊള്ളാം കൊള്ളാം, ഏതായാലും വിക്രമാദിത്യം കൊള്ളാം എന്നൊക്കെ പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഒന്ന് ഇറങ്ങി പൂടിയെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നൊരു പാത്രം എടുത്തിട്ട് എറിയാണ് കേട്ടോ വേദക്കിട്ട് എറിയുമ്പോഴേക്കും അത് പുറത്ത് ഇവർ രണ്ടുകൂടി എന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ നിൽക്കുന്ന നന്ദിനിയുടെ തലയിലാണ് ചെന്ന് കൊള്ളുന്നത്. നന്ദിനിയാണെങ്കിൽ അവിടെ അലച്ചുകെട്ടി വീഴുന്നൊക്കെ ഉണ്ട് കേട്ടോ. വേദ ചിരിച്ചിട്ട് വിക്രത്തിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. വിക്രമാണെങ്കിലും ആകെപ്പാടെ ഒരു ചമ്മലോടുകൂടി വേദയും നോക്കുന്നുണ്ട്. അങ്ങനെ വിക്രത്തിൻ്റെ ജീവിതത്തിലെ പ്രകാശമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വേദ കേട്ടോ. വിക്രത്തിന് ഇനി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രകാശം തന്നെയായിരിക്കും വേദ. വരാൻ പോകുന്ന റൊമാൻറ്റിക് എപ്പിസോഡുകളും അടിപൊളി എപ്പിസോഡുകളും ഒക്കെ ഉണ്ട്. അതിനായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, മറക്കാതെ ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്